മാർക്കറ്റിംഗ് സ്കൂൾ. വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഹാക്ക ടുഡേ? ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇന്നാണ് ആ ദിവസം. എന്ത് ദിവസം? ഹാക്ക ബസാർ. അതായത് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിന് പലർക്കും സ്വന്തമായിട്ട് ബ്രാൻഡ്സ് ഉണ്ട്. പലതും അവർ ഓൺലൈനായിട്ടാണ് റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചു നമ്മുടെ ക്ലാസ് റൂം ഒരു സ്റ്റോളാക്കി മാറ്റിക്കൊണ്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാറ്. സെയിൽസ് ഇപ്പോൾ നമുക്ക് കുറേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, ബട്ട് എക്സ്പോഷർ. ബിക്കോസ് ഇവിടെ തന്നെ 1000+ മെമ്പേഴ്സ് ആണുള്ളത്, സ്റ്റാഫായിട്ടും സ്റ്റുഡൻസ് ആയിട്ടും. അവിടേക്ക് അവരുടെ ബ്രാൻഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കാണാം. ക്ലോവ്സ് ആണ്, ഗ്രാമ്പു പിന്നെ ഉള്ളത് ഏലക്കായ്, കടമം. ഇതൊക്കെ നമ്മളെ എല്ലാ പ്രൊഡക്ട്സും എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഇപ്പൊ വഴിമാറി SM എത്തി നമ്മള്. ഇതെന്താണ് സംഭവം? ടീഷർട്ട് പ്രിന്റ് ബാക്ക് വരുന്ന ഇതിന്റെ ഓണർ എവിടെ? സോ പറയൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ? ഇപ്പൊ നമ്മളെ ഭാഗത്തോട്ടുള്ള ആനിമ പരാസന്മാർ ഇപ്പൊ നല്ലോണം ഉണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ. അതായത് ആനിമ കാണാനുള്ള ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ പറഞ്ഞു. ഞാൻ ആനിമ കണ്ട് പരാന്ന് വെച്ചാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇത് ഫ്ലവർ പോലത്തെ ഫേസ് ഉണ്ട്. ആരോ തൊപ്പിയാണെന്ന് പറഞ്ഞു, പേര് ഞാൻ മറന്നുപോയി. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്നത് ക്രോഷ്യ പ്രൊഡക്ട്സ്. ഇപ്പോൾ ഒരു 1 year ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ മെയിനായിട്ട് ഫ്ലവർ ബൊക്കേറ്റ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈം കുറച്ചായതുകൊണ്ട് ഇങ്ങനത്തെ ഇതായിട്ട് ചെയ്യും. നമ്മൾ ബൊക്കേറ്റ്സ് ഇങ്ങനെ ഈ രീതിയിലുള്ള ബൊക്കേറ്റ്സാണ് ചെയ്യാറ്. ഫുഡ് എവിടെ ഉണ്ടോ അവിടെ ഈ ടീമുണ്ട്. സോ ചോദിക്കാം, എങ്ങനെയുണ്ട് ഫുഡ്? വളരെ നന്നായിട്ടുണ്ട്. വിചാരിച്ചൊരു അടിപൊളിയാണ് പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. തസ്വേൽക്കാനെ കണ്ടില്ലേ? റിയലി അമേസിംഗ്. നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരായ യൂജി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം പരിപാടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്. യൂജി ഒരു ഇറക്കട്ടെ. അടിപൊളി പരിപാടിയാണ്. ഒഴിച്ചായിട്ടുണ്ട്. ഫെയറി ലൈറ്റ്സും കളേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ 2 ദിവസം മുന്നേ കാസർഗോഡ് വിളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും കളേഴ്സും ലൈറ്റ്സും ഒക്കെ അവിടെ അടിപൊളിയായിട്ട് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു മിനിയേച്ചർ മൂഡ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ സെറ്റായിട്ട് ഹാക്കിൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ്. ഐ എം സോ ഹാപ്പി. പിള്ളേർക്ക് ഇത്ര ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ അടിപൊളി. ഇത് മറ്റേ അണ്ണാൻ ഫുഡ് ശേഖരിച്ച് വെക്കൂലേ, അതുപോലെ ഉണ്ട്. ഇത് ഇവര് പ്രസന്റേഷനും ഭയങ്കര എസ്തെറ്റിക്സ് നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസത്തിൽ ഒരു ഓർണമെന്റ്സ് നോക്ക്. ഹായ്, ഈ ഓണർ ആരാ? രണ്ടാളോട് പഠിക്കുന്നതാ? ഓൺലൈൻ ബാച്ച് കുഴപ്പമില്ല, നല്ല ഇതായിട്ട് പോകുന്നു. എനിക്ക് പണ്ടേ ഉള്ള പാഷനാണ് ഈ ഫാഷന്, ഡിസൈനിങ്, ആ ഒരു ഫീൽഡിലോട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോളേജ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റാർട്ട് ചെയ്തു. സ്റ്റഡീസ് പ്ലസ് ബിസിനസ് നമുക്ക് ഇതിൽ അപ്ലൈ ആക്കുന്നതാണ്. അപ്പോൾ നല്ല ബെറ്റർ ക്വാളിറ്റി കിട്ടും. ഇവിടെ കുറച്ച് ആൾക്കാർ അവരെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് പോയി നോക്കി നോക്കാം. Wow, what is this? Vintage collections of candies. അത് നൈസ് പരിപാടി കേട്ടോ. നമുക്കൊരു ബിരിയാണി വെച്ചാലോ? അതിനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ ഉണ്ട് തോന്നുന്നു. നമുക്ക് അരി മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. സി ഇൻസ്റ്റാ ബിരിയാണി മസാല, ഗരം മസാല, ബ്ലാക്ക് പെപ്പർ പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ഗ്രീൻ ചില്ലി സോസ്. ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ പറഞ്ഞാൽ ഒരു ഓണ്ടർപ്രണർ ആയിട്ട് ഒരു ബിസിനസ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് ഹാക്കയിലേക്ക് എത്തിയത്? ഹാക്കയിലേക്ക് എത്തിയത് പറഞ്ഞാൽ ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് എത്തിയതാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ബിസിനസ് കുറച്ചുകൂടി മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത് ഹാക്കയിലേക്ക്. ഈ ഒരു പരിപാടി ഇത്രയും കളർഫുള്ളായിട്ട് നടക്കണമെങ്കിൽ ഇനി പിന്നെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഒരാളെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. മാർക്കറ്റിംഗ് സ്കൂളിൻ്റെ പ്രോജക്റ്റ് ലീഡ് ആദിൽ. ഉള്ളിലായി പോയി, സോറി. എക്സ്ക്യൂസ് മീ,
ഓക്കെ പറയും പരിപാടിയെ പറ്റി. ഈ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാൾസിലും നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അവർക്ക് എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ ഓൺട്രപ്രണർ ഐഡിയാസ് ഉള്ള ആൾക്കാരാണ്, ആൾറെഡി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു എക്സ്പോഷർ കൊടുക്കുക നമ്മളാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്നൊരു മാർക്കറ്റ് തുറന്നത്, അതിന് ക്ലാസ്സൊക്കെ ഒഴിവാക്കി ഇവിടെ ഒരു മാർക്കറ്റാണ്. അതാണ് ഈ പ്രോഗ്രാം. വാവ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഞാൻ ഏതോ പണ്ടെപ്പോഴോ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എനിക്കില്ലാത്തതുകൊണ്ട് ഓണറിനോട് ചോദിക്കാം. ഓക്കെ, പറയാം. എന്താണ് പറയണ്ടേ? നിങ്ങൾ ഒരു ടീഷർട്ട് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാറുള്ളത്? തുണികൾ വാങ്ങുമ്പോൾ ലുക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, ക്വാളിറ്റി ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്കും വസ്ത്രം നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് നടക്കുന്നതാണ്. അതിൻ്റെ ക്വാളിറ്റി 100% ഫ്രഞ്ച് ടെറി കോട്ടനാണ് വരുന്നത്. ഓക്കെ, 2 സ്റ്റിക്കർ പ്രിൻ്റ് അല്ല വരുന്നത്, സ്ക്രീൻ പ്രിൻറ്റും പഫ് പ്രിൻറ്റുമാണ് വരുന്നത്. ഇത് 300 GSM വരുന്നുണ്ട്. ഇത്രയും GSM ഉണ്ടെന്ന് കരുതി ചൂട് കാര്യങ്ങൾ. 300 GSM അതിൻ്റെ തിക്നെസ്സാണ് പറയുന്നത്. നോർമലി നമ്മൾ മാർക്കറ്റ് വാങ്ങുന്നത് 180, 160 ആ റേഞ്ചിലാണ് വരുന്നത്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിന് വരുന്നത് 220 ആണ്. മാർക്കറ്റിൽ 6000, 7000 രൂപ റേഞ്ച് വരുന്ന ടീഷർട്ട് വാങ്ങി അതിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്ത് നമ്മുടെ കോയമ്പത്തൂർ, തിരുപ്പൂരെല്ലാം കറങ്ങി അതിനേക്കാട്ടി ബെസ്റ്റ് ക്വാളിറ്റിയിൽ 314 GSM നമ്മൾ മേക്ക് ചെയ്തെടുത്താണ്. ഓൺ പ്രൊഡക്ഷനാണ്. റെഡിമെയ്ഡ് തുണിയല്ല, നമ്മൾ കോറ, അതായത് തുണി ഡൈ ചെയ്യുന്നതിന് മുമ്പ് ഉള്ളൊരു പ്രോസസ്സാണ് കോറ എന്ന് പറയുന്നത്. അവിടെ നിന്ന് എടുത്ത് നമുക്ക് വേണ്ട കളറിലേക്ക് നമ്മൾ ഡൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അറിയില്ല, സത്യം കിട്ടും. എനിക്ക് സീറോ നോളജാണ്. ഞാൻ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വാങ്ങിക്കുന്നു, അത്രേ ഉള്ളൂ. ടീഷർട്ട് എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ടീഷർട്ടിൽ കുറേ പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട ഡിസൈനിലേക്ക് പോകുമ്പോൾ, ഇങ്ങനത്തെ കുറേ ഡിസൈനൊക്കെ പോകുമ്പം വലിയ പ്രിൻറ്റിലേക്ക് 2 സൈഡ് പ്രിൻ്റൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര റേറ്റ് വരും. അപ്പോൾ ആ റേറ്റും എന്നാൽ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും. 1000 കസ്റ്റമർ ഉള്ളതിനെക്കാട്ടി ക്വാളിറ്റി ഒരു 100 കസ്റ്റമർ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ മേക്ക് ചെയ്താണ്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ പർച്ചേസ് ഉപയോഗിച്ചിട്ട് പറയാം. പണ്ട് ഞാൻ തോന്നുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇനി അധികമൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. മതി മതി, ഇനി ശരിക്കുള്ള ആളെ കൊണ്ട് കൊട്ടിക്കാം. നിരഞ്ജന്റെ മംഗൾസ് ബീറ്റ്സ് എങ്ങനെ ഹാക്കിലെത്തി എന്നറിയണ്ടേ? ചോദിച്ചു നോക്കാം. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് വേറൊരു ടീമിനെ ഏൽപ്പിച്ചാൽ ഞാൻ അവരെ കടത്തി പഠിപ്പിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഈ ഇടയ്ക്കയുടെ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശരിക്കുള്ള ഇടയ്ക്ക് എങ്ങനെയാണോ ഉണ്ടാക്കണം അങ്ങനെ തന്നെ നമ്മൾ മിനിയേച്ചേഴ്സും ഉണ്ടാക്കണേ. അപ്പോൾ അതൊക്കെ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഹാക്കിനെ കുറിച്ച് അറിഞ്ഞതും ഇങ്ങോട്ട് വന്നത്. ഹെൽപ്ഫുൾ ആണോ? ഹെൽപ്ഫുള്ളാണ്. എൻ്റെ മാർക്കറ്റിംഗ് തരമായിട്ടും ടീച്ചേഴ്സൊക്കെ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ട്, കൂളായിട്ട് പോകുന്നു. അപ്പം ഇതുപോലെ നിങ്ങളുടെ ബ്രാൻഡ്സും സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രേറ്റ് കം ടു ഹാക്ക, വി വിൽ ഹെൽപ്പ് യു. ഇവിടെ നല്ല കച്ചവടം നടക്കുന്നത്, ഭയങ്കര ക്രൗഡാണ്. നമുക്ക് ആ ബ്രാൻഡ് ഏതാണെന്ന് ഒന്ന് എത്തി നോക്കിയിട്ട് വരാം. ഓക്കെ, ഹായ്. ഈ ഹാക്കിലേക്ക് വരാനുള്ള റീസൺ എന്താ? ഞാൻ ഓൺലൈനായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് എൻ്റെ ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കൂളിൽ ഞാനിവിടെ പഠിച്ചത്. ബെസ്റ്റ് ഓപ്ഷനാണ് ഹാക്ക. കാരണം എന്താ പറയുക, ഇപ്പോൾ ഞാൻ തീരുമാനിച്ചത് എൻ്റെ ബിസിനസ് ഇനി ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഞാൻ എത്ര കാലം ഞാൻ സെയിൽ ചെയ്തത്. ഇനി ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഷോപ്പിഫൈയിൽ ഒരു വെബ്സൈറ്റ് എടുത്ത് എനിക്ക് സെയിൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൺലൈൻ സ്റ്റോറിന്ന് ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് ഇവിടെ ഒരു സ്റ്റോൾ ഇട്ടപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. ഏതൊരു ഐഡിയക്ക് പിന്നിലും ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാവും. ഇവിടുത്തെ മാസ്റ്റർ ബ്രെയിൻ നമ്മുടെ SEO മെൻറ്ററായിട്ടുള്ള അമിതയാണ്. ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നതെന്നുള്ളത്. അമിത, യെസ്, ഈ ഒരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ ആക്ച്വലി B26Bയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ 2 ഓൺട്രപ്രണേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു എന്താ പറയുക, അവരുടെ ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണേലും ഇത്രയും ബാച്ചസ് ഉണ്ട്, ഇവർ രണ്ടുപേരും മാത്രമായിരിക്കില്ലല്ലോ ഓൺട്രപ്രണേഴ്സ് ഉണ്ടാകുക, അപ്പോൾ ബാക്കിയുള്ളവരെ കൂടെ കൺസിഡർ ചെയ്യാമെന്ന് വെച്ചിട്ട് അതിലോട് പറഞ്ഞൊരു ഐഡിയ ആണ് നമുക്ക് എന്തുകൊണ്ടൊരു ഫ്ലീ മാർക്കറ്റ് ട്രൈ ചെയ്ത് വരിക എന്നുള്ളത്. സോ ഇങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിപ്പെട്ടത്. ഭയങ്കര സന്തോഷം. നമ്മുടെ കുട്ടികൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും പ്രൊഡക്ട്സ് അടിപൊളിയാണ്. ആൻഡ്
എൻ്റെ ഹാക്ക് ആൻഡ് ഹാരിസൺകും അവർ സപ്പോർട്ട് ചെയ്യുന്ന കാണുന്നതിൽ ആസ് എ മെൻറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. സീരിയസ്ലി ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഇത്രയും ആൾക്കാർ വരിക, പർച്ചേസ് ചെയ്യുക. നമ്മൾ ആക്ച്വലി ഒരു എക്സ്പോഷർ ആണ് മെയിൻലി ഉദ്ദേശിച്ചെങ്കിലും ഒരുപാട് സെയിൽസ് നടക്കുന്നുണ്ട്, ഒരുപാട് പേര് ഹാപ്പിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നതിലും ഭൂരിഭാഗം നമ്മുടെ എംപ്ലോയീസ് ആണ് കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. നല്ലൊരു ഇനീഷ്യേറ്റീവാണിത്. അപ്പോൾ സ്റ്റുഡൻസിനൊരു മോട്ടീവ്, നമുക്ക് തന്നെ ബാക്കി എക്സൈറ്റഡ് ആണ്, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. നമുക്ക് ദുബായിൽ നിന്ന് ഷെയ്ക്ക് വന്നിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അടുക്കുമെന്ന് അറിയില്ല, വലിയ വലിയ ആൾക്കാരല്ലേ, നോക്കി നോക്കാം. എന്താ പറയണ്ടേ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്നാ ശരി. കൈഫൽ ഹാൽ? എന്തൊക്കെയോ പറഞ്ഞതാണോ? സത്യം പറയുന്ന മീനിങ് എന്താ? ഖുർആൻ ഓതിയതാണോ? പല പല വിശിഷ്ടാതിഥികൾ ഇവിടെ ഉണ്ട് പറഞ്ഞില്ലേ. നമുക്ക് ഓരോരുത്തരായിട്ട് മീറ്റ് ചെയ്യാം. നമുക്ക് നേഹേനെ പരിചയപ്പെടാം. പറയൂ, എങ്ങനെയാണ് ഈ ഒരു ഫ്ലീ മാർക്കറ്റ്? അടിപൊളി. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ റിവ്യൂസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. ആൻഡ് റിയലി ഹാപ്പി. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നിങ്ങളുടെ ബ്രാൻഡ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് അതേപോലെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കം ടു ഹാക്ക. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, ബാക്കിൽ യോഗി ഉണ്ടായിരുന്നല്ലേ. നമ്മുടെ ഇവിടുത്തെ ഇൻഫ്ലുവൻസർ മാർക്കറ്റർ യോഗി ഇവിടെ ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളി അടിപൊളി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഒരു ഉന്നക്കായ മാത്രം വാങ്ങിച്ചു. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിരുന്നു. ഈ പ്രോഗ്രാം ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ? എങ്ങനെയാണ് എങ്ങനെ ഈ പ്രോഗ്രാം ഇവിടെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? അതെ അതെ, ഹാക്കയിൽ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം. പക്ഷേ ഫസ്റ്റ് ടൈമിന് ഇത്രയും തിരക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം നെക്സ്റ്റ് എഡിഷനൊക്കെ അടിപൊളിയാവട്ടെ. ഇത് നമ്മുടെ വിജയം. ഇവിടെ ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് നടത്തിയ 2 പേരെ കാണിച്ചു തരാട്ടോ. എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു? 980 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. 1300. മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാവണം മെന്റേഴ്സ്. സ്റ്റുഡൻസിനെ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന മെന്റേഴ്സിന് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഞാൻ നേരത്തെ വന്നപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. പക്ഷെ ഇവിടെ ആളെല്ലാം പോയി കഴിഞ്ഞു. ഏറെക്കുറെ കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ടുള്ള ഒരു ഫീലാണ്. നമുക്ക് ചോദിച്ചു നോക്കാം ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് എന്താണ്. നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാം തീർന്നിട്ടുണ്ട്. 2 hours എല്ലാ കടികളും തീർന്ന്. ആകെ ഇനി ഈ 2 കടികൾ മാത്രമേ ഉള്ളൂ. ആൻഡ് വി ആർ സോ ഹാപ്പി. ഇത്രയും സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇത് നടന്നു പോകും. താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത ആളോട് ചോദിച്ചു നോക്കാം ഈ ഒരു ഹാക്ക ബസാർ എങ്ങനെയുണ്ട്, സക്സസ് ആയില്ലോന്നൊന്നും അറിയണ്ടേ. അഭിരാമി, ഹായ്, പറയൂ എങ്ങനെയുണ്ട്? ഒരു ഫ്ലീ മാർക്കറ്റിൽ വന്ന പോലെ. സീരിയസ്ലി പറഞ്ഞോ. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഞാൻ അതാ ഈ 2 മോതിരം ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെന്താ അടിപൊളി, എനിക്കിഷ്ടമായി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാട്ടോ. ഹായ്, അസ്കർ, കാസർഗോഡാണ്. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കുറേ ഓണ്ടർപ്രണേഴ്സിന് നല്ലൊരു സപ്പോർട്ടായത്. കാരണം നമ്മൾ ബാച്ചിൽ തന്നെയുള്ള 2-3 ആൾക്കാരുണ്ട് ഇവിടെ. അവർക്കൊക്കെ നല്ല സപ്പോർട്ടായിട്ട് അതുപോലെ നല്ല സെയിൽസ് നടത്തി നമ്മളെ ചെക്കന് മുസ്തു. ചെറിയ വളമുണ്ട്, വേൾഡ് വളമുണ്ട്, എല്ലാം ഉണ്ട്. ആന്റി ടാനിഷ് അപ്പൊ നല്ല പാങ്ങുണ്ടാവും ഇടാന്. വെള്ളം കൊണ്ടെങ്കിൽ ഇതിന്റെ കളർ പോയല്ല. പേഴ്സണലി ഞാൻ മേങ്ങിന്, അതിനോണ്ട് ഇത് ഗ്യാരണ്ടി. ഇതാണ് സലീസ്, എല്ലാവരും മേങ്ങണോ, നല്ല പ്രോഡക്റ്റ്. പിന്നെ മുട്ടായി കാണുന്നത് നിങ്ങൾക്ക് നല്ല കോഴിക്കോടൻ മുട്ടായി. വെരി ബ്ലോഗറിന്റെ ആള് മാറ്റാൻ കേട്ടോ. ഇപ്പൊ കാസർഗോഡ് നിന്ന് ഒരു ബ്ലോഗറിനെ കിട്ടിയിട്ടുണ്ട്. കോഴിക്കോടൻ മുട്ടായി, കിട്ടാത്ത മുട്ടായി, കാസർഗോഡിൽ കിട്ടാത്ത മുട്ടായി.
കാസർഗോഡിലുണ്ടാവും എനിക്ക് അറിഞ്ഞിച്ച എല്ലാരും വേഗണോ കാസർഗോഡ് എല്ലാവരും ഫേമസ് ഇഷ്ടപ്പെട്ട കത്തച്ചാറ് അത് ഇതിപ്പോ റിവ്യൂ ചോദിക്കാൻ വന്നിട്ട് എന്നെ മാറ്റി റിപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയായി പോയിട്ടോ. നമ്മൾ ഫ്ലീ മാർക്കറ്റ് ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ഉദ്ദേശിച്ചത്, ബട്ട് വലിയ സെറ്റപ്പായി മാറുന്നുണ്ട്. കാരണം ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. നല്ലൊരു ഐഡിയ ആയിരിക്കും. ഇവിടെ ബെസ്റ്റ് ഓൺട്രപ്രണർ അവാർഡ് പോലെ തന്നെ ബെസ്റ്റ് കസ്റ്റമർ അവാർഡ് കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നുണ്ട്. അത് ഓക്കെ കാണിച്ചു എന്തൊക്കെയാണെന്ന് കാണിച്ചു. മെഹന്തി ഡിസൈൻ ഇട്ടിട്ടുണ്ട്, ഇവിടെ മെഹന്തി ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഇത് കവറൊക്കെ തന്ന് ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ബെസ്റ്റ് കസ്റ്റമർക്കുള്ള അവാർഡ്. ഇത് മറ്റേ പോക്കറ്റ് അടിച്ചിട്ട് പിടിക്കില്ലേ അതുപോലെ ഉണ്ട്. ഇടുക്കിടുക്ക് എന്തൊക്കെയുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. ഇതെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് എന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റും സെക്കൻഡും പറയാൻ ഏതൊരു പരിപാടിയിലും ഭയങ്കര ഈസി ആയിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ഫസ്റ്റ് ആരാ സെക്കൻഡ് ആരാന്ന് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ടഫായിരുന്നു. സെക്കൻഡ് വന്നിട്ടുള്ളത് കദീനാണ്. അപ്പോൾ ഫസ്റ്റ് ആരായിരിക്കും? ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഓഫ്ലൈൻ സ്റ്റുഡൻസ് അല്ല, നമ്മൾ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ആരാന്ന് വെച്ചാൽ സഹേലി. ഓക്കെ, സഹേലി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ സ്റ്റുഡൻസ് ആണ് ഇവർ കാസർഗോഡ് നിന്ന് വന്നാണ് ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മുടെ മെയിൻ ഫോക്കസ് കുറച്ച് സെയിൽസും ഒരുപാട് എക്സ്പോഷറും ആയിരുന്നു. ബട്ട് സീരിയസ്ലി ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇത്രയും സെയിൽസ് നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. സോ ദിസ് ഈസ് മാർക്കറ്റിംഗ് സ്കൂൾ സൈനിങ് ഓഫ് ഫ്രം ഹാക്ക ബസാർ.